നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട്. ഒട്ടുമിക്ക ആളുകളിലും ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഏത് പ്രായത്തിലുള്ള ആളുകളിലാണെങ്കിലും യൂറിക് ആസിഡിൻ്റെ ലെവൽസ് കൂടി വരിക എന്നുള്ളത്. പലപ്പോഴും ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നത് തന്നെ കാലിൻ്റെ അടിയിൽ വേദന വരിക എന്നുള്ളതായിരിക്കും. പല യുവാക്കളും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നേരം നിന്നിട്ടുള്ള കാര്യമായിരിക്കുമോ അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടിയ കാരണമാണോ നമുക്ക് കാലിൻ്റെ അടിയിൽ വേദനയുള്ളതെന്നൊക്കെ നോക്കുന്ന സമയത്താണ് ജസ്റ്റ് ഒന്ന് പോയിട്ട് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആളുകൾക്കറിയാം കാലിൻ്റെ അടിയിൽ വേദന വരുവാണെങ്കിൽ യൂറിക് ആസിഡ് ആയിരിക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്തായിരിക്കും യൂറിക് ആസിഡിൻ്റെ ലെവൽ 7ന് മുകളിലേക്ക് പലപ്പോഴും പോകുന്നത് കാണാറുള്ളത്. ഇത് ചിലപ്പോൾ 10 ആവാം 11 ആയിട്ട് വരുന്നുണ്ടാകും. അപ്പം അങ്ങനെ കാണുന്നത് പലപ്പോഴും ആളുകൾ പണ്ട് മുതലേ കേട്ട് വരുന്നതാണ് റെഡ് മീറ്റ് കഴിക്കുന്നതാണ് കൊണ്ടാണ്, അല്ലെങ്കിൽ ബീഫ് പോർക്കൊക്കെ കഴിക്കുന്നത് കൊണ്ടാണെന്നുള്ളത് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ് കൂടുതലായിട്ടും. പക്ഷേ ബീഫും ഈ കാര്യങ്ങൾ റെഡ് മീറ്റ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വന്നേക്കാം. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നതെന്നും അതെങ്ങനെ നമുക്ക് കുറച്ചുകൊണ്ട് വരാം, അത് എപ്പോഴൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുക എന്നൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു അളവ് വരെ അത് നമുക്ക് ശരീരത്തിൽ ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അധികമായാൽ അമൃതം വിഷം എന്നുള്ള രീതിയിൽ. അതേപോലെയുള്ളതൊരു കാര്യമാണ് യൂറിക് ആസിഡ് എന്നുള്ളത്. നമ്മൾക്കതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് 3 മുതൽ 6.5 വരെയുള്ളൊരു ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളതാണ്. അത് കുറഞ്ഞാൽ 3ൽ താഴെ ആയാലും അതിൽ 6.5ന് മേലേക്കാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഈ അളവിൽ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ടില്ല എങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിത് കുറയാനും പാടില്ല, കൂടാനും പാടില്ല എന്നുള്ളത്. അപ്പോൾ 6.5ന് മേലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടെസ്റ്റ് റിസൾട്ടുകൾ ശ്രദ്ധിച്ചാൽ 7.2 വരെയാണ് ലാബ് ടെസ്റ്റുകളിലുള്ള നമ്മൾക്ക് നോർമലായിട്ടുള്ളൊരു വാല്യൂ കാണാം. പക്ഷേ 7ന് മേലേക്ക് ആവുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ 6.5ന് മേലേക്ക് ആകുമ്പോൾ തന്നെ പല ആളുകളിലും ഈ വേദന തുടങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡീൻ്റെ വെയിറ്റ് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. അത് പലപ്പോഴും നമ്മൾക്ക് യൂറിക് ആസിഡ് കെട്ടിക്കിടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മൾ ഫുഡൊന്നും ഇതുപോലെ റെഡ് മീറ്റ് ഒന്നും കഴിക്കാത്ത ആളാണെങ്കിൽ പോലും വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രം യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണാം. പല പഠനങ്ങളിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാറ്റി ലിവർ ഡിസീസ് ഉള്ള ആളുകളിൽ, അതുപോലെ അമിതവണ്ണം ഉള്ള ആളുകളിൽ, അതുപോലെ ഡയബറ്റീസ് ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിലൊക്കെ കൂടുതലായിട്ടും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി വരുന്നു എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ബാക്കി ഫംഗ്ഷനെ കുറച്ചുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ യൂറിക് ആസിഡിൻ്റെ ലെവലും കൂടെ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ടാകും. കാരണം ഈ ലിവറൊക്കെയാണ് പലതരത്തിലുള്ള ടോക്സിനുകളെ പുറന്തള്ളുന്നത്. അതേപോലെ തന്നെ കിഡ്നിയാണ് പുറന്തള്ളുന്നത്. ഈ കിഡ്നിയുടെ ഫംഗ്ഷനും അതുപോലെ ലിവറിൻ്റെ ഫംഗ്ഷനും കുറഞ്ഞു വരുന്ന സമയത്ത് തന്നെ ഇതിന് പുറത്ത് തള്ളപ്പെടേണ്ട യൂറിക് ആസിഡ് പോലെയുള്ള മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടാതിരിക്കുന്ന സമയത്ത് അത് രക്തത്തിൽ കെട്ടിക്കിടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഡയബറ്റീസ് വരുവാണെങ്കിൽ കിഡ്നീൻ്റെ ഫംഗ്ഷൻസ് കുറഞ്ഞേക്കാം. അതുപോലെ തന്നെ ഫാറ്റി ലിവർ വരുവാണെങ്കിൽ ലിവറിൻ്റെ ഫംഗ്ഷൻസ് കുറഞ്ഞേക്കാം. അങ്ങനെയുണ്ടെങ്കിലൊക്കെ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള വേസ്റ്റ് പ്രൊഡക്റ്റുകൾ പുറന്തള്ളപ്പെടാതിരിക്കുകയും യൂറിക് ആസിഡ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ബോഡിയിൽ കെട്ടിക്കിടക്കുകയും ചെയ്യും. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും പ്രീ ഡയബറ്റിക് ആണോ എന്നുള്ളത് നോക്കാം. പ്രീ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് പെട്ടെന്ന് ഉണ്ടാവുന്നുള്ളൊരു ചാൻസ് ഉണ്ടാവാറുണ്ട്. അത് പല പഠനങ്ങളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് പേഷ്യൻസിനെ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലും പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾക്ക് യൂറിക് ആസിഡും കൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവരുടെ ഭക്ഷണ രീതി നോക്കുവാണെങ്കിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും യൂറിക് ആസിഡ് കൂടുന്നത് പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണെന്നുള്ളത്. പക്ഷേ എല്ലാ പ്രോട്ടീനുകളിലും യൂറിക് ആസിഡ് ഉണ്ടാവില്ല. പ്രോട്ടീനിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്ന ഒരു പ്യൂരിൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടെ യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കൂടുതലായിട്ട് ഷുഗർ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയേക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ പറയുന്ന റെഡ് മീറ്റുകളൊക്കെ. റെഡ് മീറ്റുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങളും കൂടെ ഒഴിവാക്കണം. ഇത് രണ്ടും കൂടിയാണ് ചെയ്യേണ്ടത്. പല ആളുകളിലും റെഡ് മീറ്റ് ഒന്നും ഒട്ടും കഴിക്കാറില്ല. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ബീഫ് മട്ടനൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പോലും യൂറിക് ആസിഡിൻ്റെ അളവ് കുറയാറില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഡയബറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതേപോലെ തന്നെ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾക്കിപ്പോൾ ഒരു വെയിറ്റ് കൂടുതലാണെങ്കിൽ ആ വെയിറ്റ് 8 മുതൽ 10
50% വരെ കുറച്ചുകൊണ്ട് വരുവാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ചെയ്യേണ്ടത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് പഞ്ചസാരയാവട്ടെ, നമ്മൾ കഴിക്കുന്ന അന്നജം ആവട്ടെ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കഴിക്കുന്ന ആളുകളാണ്, വേണ്ടിയിട്ടും വേണ്ടാതെയും ഒരുപാട് അരിഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക. നമ്മൾ അമിതമായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഈ ചോറ് അല്ലെങ്കിൽ അരിഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാവാനും നമുക്ക് പ്രീ ഡയബറ്റിക്കോ ഡയബറ്റിക് കണ്ടീഷനിലോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ സ്റ്റേജിലോ ഒക്കെ എത്താനും അതുമൂലം നമ്മൾക്കത് ഈ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൽനെസ് ആണ് ഇത്. നമുക്ക് ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ള ഒരു അസുഖമായിട്ട് അത് മാറാനും അതിൻ്റെ കൂടെ യൂറിക് ആസിഡിനുള്ള ബുദ്ധിമുട്ടുണ്ടാവാനും ചാൻസ് ഉണ്ട്. അതേപോലെ ഭക്ഷണത്തിൽ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സിൽ അത് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പ്യൂരിൻ അടങ്ങിയിട്ടുള്ള മറ്റ് പ്രോട്ടീനുകൾ കഴിക്കുക എന്നുള്ളത്. പ്യൂരിൻ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് മുട്ട ധൈര്യമായിട്ട് കഴിക്കാം. മുട്ടയിലൊന്നും പ്യൂരിൻ അടങ്ങിയിട്ടില്ല, അതിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാനുള്ളതല്ല. അതുപോലെ തന്നെ പാല് കഴിക്കുന്നതാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ നമ്മൾ മത്തി, അയല, ചൂര തുടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ, അതുപോലെ തന്നെ കക്ക ഇറച്ചിയൊക്കെ ഉള്ളത്, ഷെൽ ഫിഷുകൾ കഴിക്കുന്നത്, അതിൽ പ്യൂരിൻ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞണ്ട് കഴിക്കുന്നതാണെങ്കിൽ, ചെമ്മീൻ കഴിക്കുന്നതാണെങ്കിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും പ്യൂരിൻ അടങ്ങിയതുകൊണ്ട് ആ ഭക്ഷണങ്ങളുടെ അളവ് കുറയ്ക്കുക. ഇതെല്ലാം നമ്മൾ കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ വളരെ കുറച്ച് കഴിച്ചിട്ടും നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ വെയിറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ അധികമായിട്ട് 3 നേരം ഒരുപാട് ചോറിൻ്റെ ഒക്കെ അളവ് അല്ലെങ്കിൽ അരിഭക്ഷണത്തിൻ്റെ അളവ് കൂടുതലുണ്ടാവും. അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്ത് പയറുവർഗ്ഗങ്ങളിൽ പ്യൂരിൻ്റെ അളവ് കൂടുതലാണ് ഉള്ളത്. കമ്പാരിറ്റീവ്ലി കുറച്ചധികം ഉണ്ട്, പക്ഷേ നമ്മൾ റെഡ് മീറ്റ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കുറവാണുള്ളത്. അതുപോലെ നമ്മൾ ചെനക്കടല പറയത്തില്ല, നമ്മൾ പുട്ടിനൊക്കെ കൂടെ കഴിക്കുന്നത്, അതിൽ നമുക്ക് പ്യൂരിൻ്റെ അളവ് ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നില്ല, ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചാൽ മതി. ഇതെല്ലാത്തിൻ്റെയും അളവ് കുറച്ചുകൊണ്ട് വരുവാണെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയും. ഒരു ഫുഡും 100% നമ്മൾ ഒഴിവാക്കണം എന്നില്ല. മധുരം നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ ബാക്കിയുള്ള ഭക്ഷണത്തിൻ്റെയൊക്കെ തോത് കുറച്ചുകൊണ്ട് വരികയാണ് വേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുക, മധുരം കട്ട് ചെയ്യുക, കംപ്ലീറ്റ്ലി മധുരം കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ റെഡ് മീറ്റുകൾ കഴിക്കുന്നത്, അതുപോലെ തന്നെ ഷെൽ ഫിഷുകൾ കഴിക്കുന്നതൊക്കെ മാക്സിമം കുറയ്ക്കുക എന്നുള്ളത്, അതുപോലെ പയറുവർഗ്ഗങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മൾ പച്ചക്കറികളിൽ ശ്രദ്ധിക്കേണ്ടത് കോളിഫ്ലവർ, മഷ്റൂം ഒക്കെ കഴിക്കത്തില്ലേ, അതൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്, അതിൽ പ്യൂരിൻ്റെ അളവ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നട്ട്സ് കഴിക്കുന്നത്, നിലക്കടലയൊക്കെ ആണെങ്കിൽ ഒരുപാട് നമുക്ക് പ്യൂരിൻ അടങ്ങുന്നുണ്ട്. അതുപോലെ നട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് വാൽനട്ടാണ്, അതിൽ പ്യൂരിൻ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ പ്യൂരിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ചില ആളുകൾക്കൊക്കെ നിലക്കടലയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അവർ വേറെ ഒന്നും അധികം കഴിക്കുന്നുണ്ടാവില്ല, ഇതുപോലത്തെ ഭക്ഷണങ്ങൾ മാത്രം അധികം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പ്ലസ് വെയിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചുകൊണ്ട് വരികയും കൂടെ ചെയ്യണം. കൂടുതൽ ആളുകളുണ്ട് ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു സ്വഭാവം, ഷുഗർ അധികമായിട്ട് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ബിസ്ക്കറ്റ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിൽ കാലറി ഇൻടേക്ക് കൂട്ടും. കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ടായതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഓൾറെഡി ഇങ്ങനെ വന്നിട്ടുണ്ട്, യൂറിക് ആസിഡ് വന്നിട്ടുണ്ട്, അതിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്, ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയും, നമ്മുടെ ഓരോ എന്താ പറയുക, നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് കാരണം നമുക്ക് വേദന വരുന്നത്, ചെറിയ ജോയിൻസിലൊക്കെ വേദന വരുക എന്നുള്ളത്. അപ്പം ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് പലപ്പോഴും കിഡ്നിയിലൊക്കെ ചെന്നിട്ട് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ വേദന ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട്, ഓൾറെഡി ഇങ്ങനെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ആദ്യം ഇത്രയും ഫുഡുകൾ ഒഴിവാക്കുക, അതിൻ്റെ കൂടെ ഓൾറെഡി വന്നിട്ടുള്ള ക്രിസ്റ്റൽസ് ഒഴിവാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം, ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് തഴുതാമയുടെ ഇല കഴിക്കുക എന്നുള്ളത്. അത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം, അതല്ല ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം. ഏത് രീതിയിൽ കഴിക്കുകയാണെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കൂട്ടുക എന്നുള്ള പ്രോബയോട്ടിക്കുകൾ കഴിക്കാം. തൈര് കഴിക്കാം. അതുപോലെ തന്നെ ഉപ്പിലിട്ട് വെച്ച പച്ചക്കറികൾ കഴിക്കുകയാണെങ്കിലും പ്രോബയോട്ടിക്കാണ്. ഇത് ലാക്ടോബാസിലസ് പോലെയുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കൂട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒമേഗ-3 കഴിക്കുന്നത്, ഒമേഗ-3യുടെ ടാബ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സീഡ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല മീനുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഒമേഗ-3 കിട്ടും. അതല്ലെങ്കിൽ ഫിഷ് ഓയിൽ, നമ്മൾ മീൻ ഗുളികകൾ കഴിക്കുകയാണെങ്കിലും അങ്ങനെയാണെങ്കിലും നല്ലതാണ്. അതുപോലെ വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വേവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എന്തെങ്കിലും സാലഡ്സ് ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതേപോലെ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാന്നുള്ള ഇഞ്ചി,
മഞ്ഞൾ, അതുപോലെയുള്ളത് കരിഞ്ജീരകം പോലെയുള്ളതൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾക്ക് ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കുന്നത്. ആപ്പിൾ സിഡർ വിനെഗർ നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഭക്ഷണത്തിന് തൊട്ട് മുന്നേ കഴിക്കാൻ വേണ്ടി, വെറും വയറ്റിൽ ഒരിക്കലും കഴിക്കരുത്. പക്ഷേ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട്, ഇപ്പോൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതിന് പകരം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പേ ആയിട്ട് 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കരുത്. കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ, അത്ര മാക്സിമം അത്രയും മതി, അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾക്ക് അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റും. ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹൈപ്പോ അസിഡിറ്റി ആണെങ്കിൽ, ആസിഡിൻ്റെ അളവ് കുറഞ്ഞ ആളുകളുണ്ടാവും, അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ടും ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കേണ്ടത്. ആപ്പിൾ സിഡർ വിനെഗർ കഴിച്ചാൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത് കുറയ്ക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് ഉണ്ടാക്കുന്നത് കുറയ്ക്കും. പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ ഗ്ലൂക്കോസ് കൂടിയിട്ടാണ് വരിക. അത് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ്, വെള്ളം നമ്മൾ യൂറിക് ആസിഡ് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. 2 ലിറ്റർ മുതൽ ഒരു 3 ലിറ്റർ വെള്ളം വരെ നിർബന്ധമായിട്ടും കുടിക്കണം. കിഡ്നി ഡിസീസ് ഇല്ല എങ്കിൽ അത്രയും വെള്ളം നിർബന്ധമായിട്ടും കുടിക്കേണ്ടതാണ്. കൂടുതൽ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമുക്ക് യൂറിക് ആസിഡ് പുറന്തള്ളപ്പെടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ നല്ല ഫാറ്റി ഫിഷുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളത്, നല്ല മത്സ്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ നല്ല പ്രോട്ടീനുകളും നല്ല ഫാറ്റും ഉൾപ്പെടുത്തുക എന്നുള്ളത്. ചിക്കൻ കഴിക്കാം, അതുപോലെ എഗ്ഗ് കഴിക്കുക, അതുപോലെ മീൻ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. കുറച്ച് മീനുകൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം, അതെല്ലാം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള മീനുകൾ, നമ്മൾക്ക് കുറച്ചുകൂടെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള മീനുകൾ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് പെട്ടെന്ന് നമ്മൾക്ക് ഈ ഒരു ക്രിസ്റ്റൽസ് ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നെല്ലിക്ക, പേരക്ക, അതുപോലെ നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയിട്ടുള്ള ആ ഒരു കാറ്റഗറി ഉള്ളത്, അതുപോലെ തന്നെ പപ്പായ കഴിക്കാം, അതുപോലെ തന്നെ വാട്ടർമെലൺ കഴിക്കുന്നതൊക്കെ നമുക്ക് ഇത് കൂടുതലായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട്, ഇപ്പോൾ രാത്രിയിൽ നമ്മൾ ചോറൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ സാലഡ്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അങ്ങ് കുറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, അതുപോലെ പ്യൂരിൻ്റെ അളവില്ല. അങ്ങനെയാവുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് നോക്കിയാൽ, നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ യൂറിക് ആസിഡിൻ്റെ ലെവലെന്ന് നോക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഡിസീസുകളാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് എന്തൊക്കെ ഫുഡുകൾ നിങ്ങൾക്ക് കഴിക്കാം, എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു ചാർട്ട് തന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് തരികയും അത് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുകയാണ് നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻസ് കൊടുക്കുക. അത് ഓൾറെഡി ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറന്തള്ളപ്പെടാനുള്ള മെഡിക്കേഷൻസ് കൊടുക്കുകയും, നമുക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള രീതിയിലുള്ള നമുക്ക് ഡയറ്റ് ചാർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു അസുഖം മാറാൻ ഹെൽപ്പ് ചെയ്യും. അതല്ല മെഡിസിൻ മാത്രമാണെങ്കിൽ എത്ര കാലം മെഡിസിൻ കഴിക്കുന്നു അത്രയും കാലം മാത്രമാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുക. അതിന് പകരം പിന്നീട് ഒരിക്കലും വരാതിരിക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങളുടെ ഭക്ഷണ രീതികളൊന്ന് മാറ്റി നോക്കുകയാണ് വേണ്ടത് ആദ്യം തന്നെ. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.